ഏട്ടാ മോനെ എന്താ പരിപാടി? എൻ്റെ കാര്യം നിർത്തിയിട്ട് വാശിയാണ് വിചാരിച്ചതാണ്. നമ്മളെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒക്കെ ഒന്ന് വാശി ഫ്രഷാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പം നമ്മുടെ ചെക്കന്മാർക്ക് ഡീറ്റെയിൽസ് കൂടി അങ്ങ് പറഞ്ഞു കൊടുത്താള്. ആയിക്കോട്ടെ, പറയാലോ. 2018 എൻ്റെ കഥ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒക്കെ ചെറിയ പൈസ ഓണക്കല്ല വരാൻ ചെറിയ പൈസ നമ്മൾ പൊട്ടിച്ചാടി കൊടുക്കുക. അതുപോലെ 2018 ആക്റ്റീവ് ഉണ്ട്, സെക്കൻഡ് ഓണർഷിപ്പാണ്. അതുപോലെ തന്നെ ചെക്കന്മാർക്ക് കളിപ്പിക്കാൻ പറ്റുന്നത് മൂങ്ങിൻ്റെ കണ്ണൊക്കെ വരുന്ന മുതലാണ്. എന്തെങ്കിലും കണ്ണ് കണ്ട എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കിടില മുതൽ തന്നെയാണ്. അതും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 2016 മോഡലിന് RS 200 ആണ്. നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നത്. ബ്ലാക്ക് കളറിൽ കിടിലനാണ്. പിന്നെ 2 കിടിലൻ സ്പ്ലെൻഡറും വന്നിട്ടുണ്ട്. ഒക്കെ കിടിലൻ തന്നെയാണ്. അതുകൊണ്ടാണ് കിടിലൻ നമ്മൾ പറഞ്ഞത്. 2002 മോഡൽ 2027 വരെ പേപ്പർ വരുന്ന സ്പ്ലെൻഡറാണ്. 27 വരെ പേപ്പർ വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളുണ്ട്. 2 പുതിയ ടയറും വണ്ടിക്ക് വരുന്നുണ്ട്. വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പും ആയിട്ടുള്ളൂ. വണ്ടികളൊക്കെ പെർഫെക്റ്റാണ്. വേറെ ഏത് വണ്ടിക്കും വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. NS നോക്കുകയാണെങ്കിൽ 2016 160 ആണ് കേട്ടോ വരുന്നത്. 16 അല്ല, 2020 160 ആണ്. പിന്നെ ഇത് 2000 മോഡൽ വരുന്ന സ്പ്ലെൻഡറാണ്. ഈ സ്പ്ലെൻഡറിന് നോക്കുകയാണെങ്കിൽ 2025 ഡിസംബർ വരെ പേപ്പർ വരുന്നുള്ളൂ. പിന്നെ 2014 മോഡൽ വരുന്ന പൾസർ 150 ഉണ്ട്. സെൽഫും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. പുതിയ ബാറ്ററി ഉണ്ട്, പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട്, ബാക്കിൽ പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലാക്ക് വരെ അല്ലെങ്കിൽ 26 റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ NS പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിമാലയ ഞങ്ങൾ കൊടുക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ, യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. പിന്നെ യാർഡിൽ വേറെ വണ്ടികളുണ്ട്. വേറെ വണ്ടികൾ ഇനി സ്റ്റോക്ക് കയറാനുണ്ട്. വേറെ വണ്ടികളൊക്കെ സ്റ്റോക്ക് കയറാനുണ്ട്. ഓണത്തിന് നമ്മൾ കളറാക്കണം. അപ്പോൾ ഈ മുതലുകളൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നേരെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ.